ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു നേഹ ഫുഡ് സ്റ്റോറീസ്. ഞാൻ ഷഹറൂബ ഷമീർ. ഞാൻ ഇന്നിപ്പോൾ ഇവിടെ വന്നിരിക്കുന്നത് ഒരു അടിപൊളി ക്രിസ്പി ബനാന ഫ്രൈഡ് റെസിപ്പിയുമായിട്ടാണ്. നമ്മൾ സാധാരണ പഴംപൊരിയൊക്കെ ഉണ്ടാക്കി കഴിക്കാറുണ്ട്, പക്ഷേ ഇത് അതിൽ നിന്നും കുറച്ച് വ്യത്യാസമുള്ള ഒരു റെസിപ്പിയാണ്. ക്രിസ്പി ബനാന ഫ്രൈ ആണിത്. അപ്പോൾ ഇത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് എന്ന് നോക്കാം. ഇതിനു വേണ്ടി 2 നല്ല പഴുത്ത ബനാനയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അപ്പോൾ നേന്ത്രപ്പഴം കട്ട് ചെയ്യേണ്ടത് ഇങ്ങനെയാണ്. ആദ്യം നമുക്ക് ഇതിൻ്റെ സെൻറ്ററിലൊന്ന് കട്ട് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ഒരു ഭാഗം എടുത്തിട്ട് അതിൻ്റെ സെൻറ്ററിലൊന്നും കൂടെ കട്ട് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം 3 പീസായിട്ട് ഒരു സ്റ്റിക്ക് രൂപത്തിൽ കട്ട് ചെയ്തെടുക്കുക. അപ്പോൾ മൊത്തം 12 സ്റ്റിക്ക് നമുക്കൊരു പഴത്തിൽ നിന്ന് കിട്ടും. പിന്നെ തീരെ കനം കുറച്ച് അരിയരുത്, കുറച്ച് കട്ടിയോട് കൂടി വേണം നമ്മൾ കട്ട് ചെയ്തെടുക്കാൻ. അപ്പോൾ 2 പഴവും നമുക്കിതുപോലെ തന്നെ സ്റ്റിക്കാക്കി കട്ട് ചെയ്തെടുക്കാം. ഒരുപാട് ഓവറായിട്ട് പഴുത്ത പഴം എടുക്കരുത്, ഒരു മീഡിയം പഴുപ്പുള്ള പഴമാണ് വേണ്ടത്. അപ്പം ഞാനിപ്പോൾ ഇവിടെ എല്ലാ നേന്ത്രപ്പഴം ഇതുപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്കിതിന് കോട്ട് ചെയ്തെടുക്കാനുള്ളൊരു മിക്സ് റെഡിയാക്കണം. അപ്പം അതിന് വേണ്ടി ഒരു ബൗളിലേക്ക് 1/2 കപ്പ് മൈദ ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കണം. അപ്പോൾ പഞ്ചസാര എടുക്കുമ്പോൾ പഴത്തിൻ്റെ മധുരത്തിനനുസരിച്ച് വേണം ചേർക്കാനായിട്ട്. ഇനി ഇതിലേക്ക് 1/4 ടീസ്പൂൺ ഉപ്പും കൂടി ചേർക്കാം. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചൊന്ന് മിക്സ് ചെയ്തെടുക്കണം. ഒരു തിക്ക് ബാറ്ററാണ് വേണ്ടത്. ദോശമാവിനേക്കാളും കുറച്ചും കൂടി കട്ടിയുള്ളൊരു ബാറ്ററാക്കി എടുക്കാം. അപ്പോൾ കുറേശ്ശെയായി വെള്ളം ഒഴിച്ച് മിക്സ് ചെയ്താൽ മതി. ഒന്നിച്ച് വെള്ളം ഒഴിച്ച് മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ ഇതൊക്കെ പാടെ കട്ട പിടിക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ കുറേശ്ശെ വെള്ളം ഒഴിച്ചൊന്ന് മിക്സ് ചെയ്തെടുത്താൽ മതി. പിന്നെ നമ്മളത് മിക്സ് ചെയ്തതിന് ശേഷം ഒരു ഹാൻഡ് വിക്സ് ഉപയോഗിച്ച് മിക്സ് ചെയ്യുകയാണെങ്കിൽ നല്ല സ്മൂത്താക്കി നമ്മുടെ ബാറ്റർ നമുക്ക് എടുക്കാൻ പറ്റും. അപ്പോൾ ആദ്യം ഇതൊന്ന് മിക്സ് ചെയ്യുക, എന്നിട്ടൊരു ഹാൻഡ് വിസ്ക് ഉപയോഗിച്ച് മിക്സ് ചെയ്താൽ മതി. അപ്പോൾ നന്നായി കിട്ടും നമ്മുടെ ബാറ്റർ. അപ്പോൾ ഞാനൊരു ഹാൻഡ് വിക്സ് ഉപയോഗിച്ചാണ് ഇതിപ്പോൾ മിക്സ് ചെയ്തെടുത്തിട്ടുള്ളത്. നല്ല സ്മൂത്തായി വന്നിട്ടുണ്ട്. ഇതുപോലെ നല്ല സ്മൂത്താക്കി എടുക്കുക. ഇനിയിപ്പോൾ വേണ്ടത് ബ്രെഡ് ക്രംസ് ആണ്. അപ്പം ഞാനിവിടെ ഒരു 8 ബ്രെഡ് മിക്സിയിലിട്ട് പൊടിച്ചെടുത്തതാണിത്. അപ്പോൾ ആദ്യം നമ്മൾ നേന്ത്രപ്പഴത്തിൻ്റെ സ്റ്റിക്ക് ഈ മൈദയുടെ മിക്സിലൊന്ന് മുക്കിയെടുക്കുക. അതിനുശേഷം ബ്രെഡ് ക്രംസിലൊന്ന് കോട്ട് ചെയ്തെടുക്കുക. അപ്പോൾ ബ്രെഡ് ക്രംസ് നല്ലവണ്ണം നമ്മുടെ സ്റ്റിക്കിൻ്റെ മുകളിലേക്കായിട്ട് കോട്ട് ചെയ്തെടുക്കണം. അതിനുശേഷം ഇത് നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റാം. ഇങ്ങനെ എല്ലാ സ്റ്റിക്കും നമുക്ക് ആദ്യം മൈദയുടെ മിക്സിൽ മുക്കുക. അതിനുശേഷം ബ്രെഡ് ക്രംസിലൊന്ന് കോട്ട് ചെയ്തെടുക്കാം. എല്ലാം ഇതുപോലെ ചെയ്തെടുത്താൽ മതി. നമുക്ക് ഈവനിങ്ങിനൊക്കെ കഴിക്കാൻ പറ്റിയ നല്ലൊരു സ്നാക്കാണിത്. സ്കൂളിൽ വിട്ട് കുട്ടികൾ വരുമ്പോൾ അവർക്ക് കൊടുക്കാൻ പറ്റിയ നല്ലൊരു സ്നാക്ക്. കുട്ടികൾക്കൊക്കെ തീർച്ചയായും ഇഷ്ടപ്പെടും ഈ ക്രിസ്പി ബനാന ഫ്രൈ. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പം ഞാൻ എല്ലാ ബനാന സ്റ്റിക്കും ഇതുപോലെ മൈദയിൽ മുക്കിയതിന് ശേഷം ബ്രെഡ് ക്രംസിൽ കോട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഈ നേന്ത്രപ്പഴത്തിൻ്റെ സ്റ്റിക്സ് എല്ലാം നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ അതിന് വേണ്ടി എണ്ണ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. അപ്പോൾ എണ്ണ നല്ലവണ്ണം ചൂടായിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുള്ള സ്റ്റിക്ക് ഇട്ട് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. തിളച്ച എണ്ണയിലേക്ക് വേണം ബനാന സ്റ്റിക്കൊക്കെ ഇട്ട് കൊടുക്കാനായിട്ട്. അങ്ങനെയാണെങ്കിൽ ഒരുപാട് എണ്ണയൊന്നും കുടിക്കില്ല നമ്മുടെ ബനാന സ്റ്റിക്ക്. അതുപോലെ നമ്മുടെ എണ്ണയിൽ നിന്ന് എടുക്കുന്ന സമയത്തും തന്നെ എണ്ണയ്ക്ക് നല്ല ചൂടുണ്ടായിരിക്കണം. അപ്പോൾ ഒരുപാട് എണ്ണ കുടിക്കാതെ നമ്മുടെ സ്നാക്സ് നമുക്ക് എടുക്കാൻ പറ്റും. അപ്പോൾ ഒരു വശം ഗോൾഡൻ ബ്രൗൺ നിറമാകുമ്പോൾ നമുക്കിതൊന്ന് മറിച്ചിട്ട് കൊടുക്കാം. എന്നിട്ട് 2 വശവും ഗോൾഡൻ ബ്രൗൺ നിറമാകുമ്പോൾ ഇത് എണ്ണയിൽ നിന്ന് മാറ്റാം. ഒരു സ്ട്രൈനറിലേക്ക് മാറ്റുകയാണെങ്കിൽ പെട്ടെന്ന് ഇതിലെ എണ്ണ ഒന്ന് വാർന്നു പോയിക്കോളും. ഇപ്പോൾ ഇത് 2 വശവും ഗോൾഡൻ ബ്രൗൺ നിറമായിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി ഇത് എണ്ണയിൽ നിന്ന് മാറ്റാം. ഒരു സ്ട്രൈനറിലേക്ക് മാറ്റി കൊടുക്കാം. ഇനിയിപ്പോൾ ഇതുപോലെ തന്നെ ബാക്കിയുള്ള ബനാന സ്റ്റിക്കും നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. പിന്നെ എണ്ണയൊക്കെ വാർന്നതിന് ശേഷം ഒരു ടിഷ്യൂ പേപ്പറിലേക്ക് മാറ്റുകയാണെങ്കിൽ ബാക്കിയുള്ള എണ്ണ കൂടി ടിഷ്യൂ പേപ്പർ വലിച്ചെടുത്തോളും. അപ്പോൾ ഒട്ടും എണ്ണമയമില്ലാതെ നമുക്ക് സ്നാക്സ് ഒക്കെ കഴിക്കാനായിട്ട് പറ്റും. ഇപ്പോൾ ഇതിൻ്റെ ഒരു വശം ഗോൾഡൻ ബ്രൗൺ നിറമായിട്ടുണ്ട്. അപ്പോൾ നമുക്ക് മറ്റേ വശം കൂടി ഇതുപോലെ തന്നെ ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ബാക്കിയുള്ള ബനാന സ്റ്റിക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ അത് നമുക്ക് എണ്ണയിൽ നിന്ന് മാറ്റാം. അപ്പോൾ വൈകുന്നേരങ്ങളിലൊക്കെ ചായൻ്റെ ഒപ്പം കഴിക്കാൻ പറ്റിയ നല്ലൊരു സ്നാക്കാണിത്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നല്ല ടേസ്റ്റിയായ ഈ ക്രിസ്പി ബനാന ഫ്രൈ തീർച്ചയായും നിങ്ങൾക്ക് ഇഷ്ടപ്പെടും. കുട്ടികളൊക്കെ സ്കൂൾ വിട്ട് വരുമ്പോൾ അവർക്ക് കൊടുക്കാൻ പറ്റിയ നല്ലൊരു സ്നാക്കാണിത്. അതുപോലെ നമ്മുടെ വീട്ടിൽ ഗസ്റ്റൊക്കെ വരുമ്പോൾ അവർക്ക് പെട്ടെന്ന് റെഡിയാക്കി കൊടുക്കാൻ പറ്റിയ നല്ലൊരു ക്രിസ്പി ബനാന ഫ്രൈ തന്നെയാണിത്.
അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടമായെങ്കിൽ ഈ വീഡിയോ ലൈക്കും ഷെയറും ചെയ്യണേ. ഇനി ഇതുപോലുള്ള നല്ല നല്ല റെസിപ്പീസുമായി നമുക്ക് വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ് മൈ ചാനൽ.